ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ന്യൂ ഇയർ ഐഡിയ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ സ്ക്വയർ പേപ്പർ എടുത്തതിന് ശേഷം നമ്മളിതിനെ കോർണർ ടു കോർണർ ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടുത്ത കോർണറും ഇതേപോലെ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിനെ ഇതേപോലെ സെൻറ്റർ കറക്റ്റായിട്ട് ഇതേപോലെ വെർട്ടിക്കലി ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ ഹൊറിസോണ്ടലി ഫോൾഡ് ചെയ്യുക കേട്ടോ. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡുകളും ഇതേപോലെയും ഒന്ന് കോർണർ ടു കോർണറും ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ നമ്മുടെ ആ ഒരു കോർണർ ഒന്നും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ എടുക്കുമ്പോൾ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഉള്ളിലോട്ട് പോയിട്ട് നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും, കുറച്ച് ഭാഗം ഉള്ളിലോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. കണ്ടോ, കറക്റ്റായിട്ട് സൈഡുകളൊക്കെ ഒരേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ട്രയാങ്കിൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കിനി സെൻറ്റർ മടക്കിയതിന് ശേഷം ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹാർട്ട് ഷേപ്പിൻ്റെ ഇത് കിട്ടി. കണ്ടോ, നിവർത്തുമ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്ട്രോ ആണ്. സ്ട്രോയിലേക്ക് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ സ്ട്രിപ്സ് ഗ്രീനിലും പിങ്കിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ സ്ട്രോയിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്ക് ലോലിപോപ്പിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ ലൈൻ പോലെയില്ലേ, അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്റ്റിക്ക് മാത്രമായാലും മതി. ഇനിയിപ്പോൾ സ്ട്രോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മളത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എഴുതി കൊടുക്കാം. കാർഡൊക്കെ കൊടുക്കാമല്ലോ നമ്മുടെ ഫ്രണ്ടിനൊക്കെ. അപ്പോൾ ഓരോ ഹാർട്ടിലും ഓരോന്ന് വരുന്ന വിധത്തിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി കൊടുത്ത് കുറച്ച് ഹാർട്ട്സും കുറച്ച് സ്റ്റാർസൊക്കെ ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ആർക്കും കൊടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെറുതെ ഒന്ന് വരയ്ക്കുന്നത് മാത്രം. കൊടുക്കാനൊക്കെ നല്ല ഭംഗിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രോ നമ്മൾ ഒരു എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെങ്ത്തിൽ ഇതേപോലെ ആക്കി കൊടുക്കുക. ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലൂ വെച്ചൊന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് കയറ്റി കൊടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തൊരു ലോങ് സ്റ്റിക്ക് പോലെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു പേപ്പർ വെച്ച് ഒട്ടിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇത് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആടുന്നൊരു കാർഡില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറാണ് വെക്കുന്നത്. വേണമെങ്കിൽ സ്റ്റിക്കേഴ്സോ ഡ്രോയിങ്സോ ഒക്കെ കൊടുത്ത് ഒന്നുകൂടെ ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോ ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ അങ്ങോട്ടും ആട്ടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ന്യൂ ഇയർ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് ഇതേപോലെ റീഡ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്കിത് മടക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കാം.